അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ രാത്രി, ഇന്ന് ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ശനിയാഴ്ച നാം വിചാരിച്ച പോലെ എന്നല്ല. ഇന്ന് നമസ്കരിക്കേണ്ട ഒരു നമസ്കാരമുണ്ട്. ശനിയാഴ്ച മാത്രം നമസ്കരിക്കേണ്ട ഒരു നിസ്കാരം, അതിന് വലിയ ഒരു പ്രാധാന്യമുള്ള നിസ്കാരമാണ്. ഇന്നത്തെ രാത്രി അസ്തമിച്ചു വരുന്നത് 25-ാം രാത്രിയാണ്. 25-ാം രാത്രി ആയതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദ്ർ ഇന്ന് ആകാൻ സാധ്യത എന്നല്ല. ഇമാം ഗസാലി പറയുന്നത് ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ ആകും എന്നാണ്. കാരണം എന്തറിയോ, ഓരോ കൊല്ലത്തിൻ്റെ ലൈലത്തുൽ ഖദ്ർ തീരുമാനിക്കുന്നത് അന്നത്തെ ആ കൊല്ലത്തിൻ്റെ റമദാൻ്റെ തുടക്കത്തിന് നോക്കിയിട്ടാണ് എന്നാണ്. ഈ വർഷത്തെ റമദാൻ്റെ തുടക്കം വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ 25-നായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാം ഗസാലി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. മഹാനവറുകളുടെ യഹ്യാ ഉലൂമുദ്ദീനൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിമർശകരാണെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് ചേകന്നൂറ് പേരൊക്കെ പറയാറുണ്ട്, അവർക്കില്ല യഹ്യാ ഉലൂമുദ്ദീൻ ഇങ്ങനെ പറയുമ്പോൾ അംഗീകരിച്ചു പോകുന്നു. കാരണം അതിൽ പറയുന്ന കാര്യം അത്ര കൃത്യതയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുള്ള രാത്രിയാണ്. ഇന്ന് രാത്രിയും ഇത് നമുക്ക് നമസ്കരിക്കാം. ഇന്ന് ശനിയാഴ്ച ഇന്ന് നാം നിസ്കരിക്കുകയാണെങ്കിൽ, നിസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ, ബഹ്ർ എന്ന കിതാബിൽ പറയുന്നുണ്ട് ഈ നിസ്കാരം ശനിയാഴ്ച നിസ്കരിക്കണം. ഇത് ശനിയാഴ്ച ഉണ്ടെന്ന് നിസ്കരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് കാര്യം നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നടന്നു കിട്ടും. ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബർ പറയുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞ കാര്യമല്ല. ഇത് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലൂടെ ഇബ്നു മാജ അതുപോലെ തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് വളരെ വ്യക്തമായി ഇത് കാണാൻ സാധിക്കും. മൻ കാനത ലഹു ഇലല്ലാഹ്, ഒരാൾ അള്ളാഹുലേക്ക് എന്തെങ്കിലും ഒരു ഹാജത്തൻ ഇലല്ലാഹി ഹാജത്തൻ ഔ ഇലാ അഹദിൻ മിൻ ബനി ആദം, ഒരു മനുഷ്യൻ നിന്നിട്ട് ഒരു കാര്യം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹു എന്നൊരു കാര്യം കിട്ടാൻ വേണ്ടി ഒരാൾ ആഗ്രഹിക്കുന്നു, അത് നടന്നു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു ഫല്യതവല്ലഹ്, അവൻ വുളൂ ചെയ്യട്ടെ, ഫല്യുഹ്സിൻ വുളുവ, നന്നായി വുളൂ ചെയ്യട്ടെ. എങ്ങനെയെന്ന് പറഞ്ഞാൽ നന്നായി അവൻ കൈകാലുകളൊക്കെ നീട്ടിക്കഴുകി പരിപൂർണമായ വുളൂ ചെയ്ത് പിന്നെ സുമ്മ ലിയുസല്ലി, അവൻ പിന്നെ നമസ്കരിക്കട്ടെ ഈ നിസ്കാരം. എന്നാൽ അവൻ്റെ ഹാജത്ത്, ഈ നിസ്കാരം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടും. അതുപോലെ ദുആ സ്വീകരിക്കപ്പെടും. ഈ നിസ്കരിക്കുന്നവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കപ്പെടും. അതുപോലെ അള്ളാഹുവിൻ്റെ അടുപ്പം, അള്ളാഹുവിൻ്റെ സാമീപ്യം ഈ നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടും. ഇതുകൊണ്ട് മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്, ഏറ്റവും നാം ആഗ്രഹിക്കുന്ന ഹൃദയത്തിന് സമാധാനം ഈ നമസ്കാരം കൊണ്ട് കിട്ടും. അതുപോലെ നമ്മുടെ പാവങ്ങൾ ഈ നിസ്കാരം പൊറുത്തു തരും. അതുപോലെ ഖുർആൻ പറയുന്നുള്ള വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിസ്കാരം കൊണ്ട് നിങ്ങൾ സഹായം തേടൂ എന്നുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ നിസ്കാരം തീർച്ചയായും ശനിയാഴ്ച ഉണ്ടെന്ന് ബഹ്ർ എന്ന കിതാബ് നമുക്ക് കാണാം. ശനിയാഴ്ച ഉണ്ടെന്ന് ഈ നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവർ നിസ്കരിക്കുന്നവർക്ക് അവരുടെ ഹാജത്ത് പൂർത്തിയാകും. ഏതൊരു കാര്യം നാം തുടങ്ങുകയാണെങ്കിൽ അത് ശനിയാഴ്ച തുടങ്ങണം. ശനിയാഴ്ച തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും അത് പൂർത്തിയാകും എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ നാം പഠിച്ചിരിക്കണം. നമ്മുടെ കാര്യം അത് പൂർത്തിയാകാൻ, നമ്മുടെ കച്ചവടത്തിലൊക്കെ എല്ലാ പുരോഗതി കിട്ടാനൊക്കെ തീർച്ചയായും ഈ ഒരു നിസ്കാരം കൊണ്ട് നമുക്കൊരു അല്ലാഹുവിൽ വലിയൊരു തവക്കൽ, അതുപോലെ നമ്മുടെ ഈമാനിനൊരു ശക്തി, സ്വർഗത്തിലേക്ക് കവാടം തുറക്കപ്പെടുന്ന ഈ നിസ്കാരം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ നമുക്ക് വലിയ ആജത്തുകളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഇതിൽ ഓതേണ്ട സൂറത്തുകൾ എന്താണ്, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദുആ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പരിപൂർണമായി നമുക്ക് വിശദീകരിക്കാം. ഈ നിസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണം ചുരുങ്ങിയത് 2 റക്കാത്താണ്, കൂടിയാൽ 12 റക്കാത്താണ്. ഖളാഉൽ ഹാജത്ത് എന്ന സുന്നത്ത് 2 റക്കാത്ത് ആണ്. ആ ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള സുന്നത്ത് 2 റക്കാത്ത് എന്ന നിയ്യത്ത് വെച്ചുകൊണ്ടാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിൽ പ്രവേശിച്ച് വജ്ജഹ്തു ഓതിൻ്റെ ശേഷം ഫാത്തിഹ ഓത, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓത, അതാണ് നല്ലത്. സൂറത്തുൽ കാഫിറൂൻ അറിയുന്നവർ സൂറത്തുൽ കാഫിറൂൻ ഓത. 2ാമത്തെ റക്അത്തിന് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഇഖ്ലാസ് ഓത. എന്നിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞു, നിസ്കാരമെല്ലാം പൂർത്തിയായി അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു ലിയുസല്ലി റകഅത്തൈനി, അങ്ങനെ ആവശ്യം പൂർത്തിയാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 2 റക്അത്ത് നിസ്കാരം നിങ്ങൾ ഇത് നിസ്കരിക്കുക. സുമ്മ ലിയുസ്നി അലല്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുക.
പിന്നെ ഫല്യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് സുമ്മ ലിയഖുൽ, അള്ളാഹുവിനോട് പിന്നെ ചോദിക്കുക. ആ ചോദിച്ച കാര്യം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പൂർത്തീകരിച്ച് തരുമെന്ന് ഇത് ഹദീസുള്ള കാര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതൊന്നുമല്ല, എവിടെയെങ്കിലും കിട്ടിയ ഒരു കാര്യമൊന്നുമല്ല. ഇബ്നു മാജ, തിർമിദി റളിയല്ലാഹു അൻഹുക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. ഇത് മുത്തായ റസൂൽ പഠിപ്പിച്ച ഒരു മാർഗ്ഗമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, നമുക്കൊരു നല്ല ജോലി കിട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ കച്ചവട ബിസിനസ് നല്ല പുരോഗതി, അല്ലെങ്കിൽ രോഗത്തു നിന്ന് ശമനം കിട്ടാൻ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ട്, എന്താവശ്യമുണ്ടെങ്കിൽ ഈ നിസ്കാരം അതിന് പരിഹാരമാണ് എന്നാണ്. നിസ്കാരമെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നാം അള്ളാഹുവിന് ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ സ്തുതിക്കണം. പിന്നെ നബിയുടെ മേൽ സ്വലാത്ത് പറയണം. പിന്നെ നമുക്ക് ഈ ദുആ അതിൽ കൊണ്ടുവരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അതവജ്ജഹു ഇലൈക ബിനബിക മുഹമ്മദിൻ മിനർ റഹ്മ. അതുപോലെ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫി ഹാജത്തി ഹാദിഹി ലിയുഖ്ദി ലി അല്ലാഹുമ്മ ഷഫ്ഫിഉ ഫി. അറിയുന്നവർ ദുആ ചെയ്യുക. ഇതറിഞ്ഞില്ലെങ്കിൽ നമുക്കറിയുന്നത് നമ്മുടെ ഭാഷയിൽ തന്നെ നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഇന്നത്തെ രാത്രി നമുക്ക് ഈ നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് കൊണ്ടുവരാം. ലൈലത്തുൽ ഖദ്ർ നമുക്ക് ഇൻഷാ അള്ളാഹ് അതിൻ്റെ ഒരു വർഷത്തെ പൂർത്തി പുണ്യമാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. ലൈലത്തുൽ ഖദ്ർ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു വലിയ ഭാഗ്യമാണ് നൽകുന്നത്. അപ്പോൾ ഇന്ന് 25 രാത്രി ആയതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള രാത്രിയാണ്. അതുകൊണ്ട് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ഓതാൻ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അഫ്ദലുൽ ആയ ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്തുണ്ട്, അതായത് ആയത്തുൽ കുർസി. എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം മറന്നു പോകരുത്. അതുപോലെ നിസ്ഫുൽ ഖുർആൻ്റെ പകുതിയായ സൂറത്ത് സൽസല, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്നുള്ള സൂറത്തും, അതുപോലെ സുലുസുൽ ഇത് റുബുൽ ഖുർആൻ സൂറത്തുൽ കാഫിറൂൻ 4 പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്മുൽ ഖുർആൻ ഓതിയ കൂലിയാണ്. സൂറത്ത് സൽസല നിസ്ഫുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്മുൽ ഖുർആൻ ഓതിയ കൂലിയാണ്. മറ്റൊന്ന് സുലുസുൽ ഖുർആൻ, അതായത് ഖുർആൻ്റെ 1/3. ഇത് 3 പ്രാവശ്യം ഓതിയാൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ മൊത്തം ഓതിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. മറ്റൊന്ന് ഖൽബുൽ ഖുർആനാണ്, ഖുർആൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീൻ കൊണ്ടുവരിക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണ് എന്ന് മനസ്സിലായാൽ എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണം എന്നായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്. അത് ധാരാളമായി ചൊല്ലുക. അതുപോലെ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കുക. അതുപോലെ തസ്ബീഹുകൾ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതുപോലെ തഹ്മീദ്, അൽഹംദുലില്ലാ. തഹ്ലീൽ 1 പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരും. 2 പ്രാവശ്യം പറഞ്ഞാൽ നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും. 3 പ്രാവശ്യം പറഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഒരു 3 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ വലിയ പുണ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം ഹബീബിൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക, അതുപോലെ ദിക്റുകൾ ധാരാളം ചൊല്ലുക. അതുപോലെ മറ്റ് നമുക്കറിയുന്ന ദിക്റുകളൊക്കെ ഇന്ന് നാം കൊണ്ടുവരണം. അതോടൊപ്പം എന്തെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ തെറ്റുകളിൽ നിന്നെല്ലാം വിരമിച്ച് നിൽക്കുക. അതുപോലെ ഇന്നത്തെ മഗ്രിബ്, ഇശാ, അതുപോലെ സുബ്ഹി, ഈ നമസ്കാരങ്ങളൊക്കെ ഇമാം ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. തീർച്ചയായും ലൈലത്തുൽ ഖദ്ർ പരിപൂർണമായി നുകരാൻ നമുക്ക് സാധിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈലത്തുൽ ഖദ്ർ നുകരാൻ നമുക്ക് സാധിക്കും. അതുപോലെ സൂറത്തുൽ ഖദ്ർ മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന പുണ്യവന്മാരിൽ, കാരണം ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ അത് വല്ലാത്തൊരു കിട്ടലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒറ്റ ദിവസം കൊണ്ട്, ഞാൻ പറഞ്ഞുവല്ലോ, ഒരാൾക്കൊരു 3 കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ, ഒറ്റ ദിവസത്തിൻ്റെ ജോലി കൊണ്ട് കിട്ടുകയാണെങ്കിൽ ആ ദിവസത്തിന് വേണ്ടി നാം പ്രയത്നിക്കൂലേ? നമ്മുടെ ജോലി മുതലാളി പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ എൻ്റെ വീട്ടിൽ ജോലി ചെയ്താൽ അത് ഈ 3 തീയതികളുണ്ട്, 21, 23, 25, 27, 28, ഈ തീയതിയിൽ നിങ്ങൾക്ക് 83 വർഷത്തിൻ്റെ ശമ്പളം ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തരും. കാരണം ആ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ആ ഒറ്റ ദിവസം കൊണ്ട് 1 വർഷത്തെ സാലറി നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ
തീർച്ചയായും ഞങ്ങളത് സ്വീകരിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവർ, ഉറപ്പായി സ്വീകരിക്കും. ഒരു ദിവസത്തിന് ഒരു 1000 രൂപ വെച്ച് നോക്കിയാൽ 1000 ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഖൈർ എന്ന് പറഞ്ഞാൽ ഒരു 3 കോടി രൂപയാകും. അത് കണക്ക് കൂട്ടി നോക്കിയാൽ അതുപോലെ അതിനേക്കാൾ എത്രയോ പുണ്യമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ചുരുങ്ങിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മഗ്രിബ്, ഇശ, അതുപോലെ സുബ്ഹി, ഇത് ഇത്ര എൻ്റെ പ്രിയപ്പെട്ടവർ ഇമാം ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ സ്വലാത്ത് ഖളാഉൽ ഹജ്ജത്ത് എന്നുള്ള നിസ്കാരം നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റുമെന്ന് മുത്തായ റസൂൽ പഠിപ്പിച്ചതാണ്. ഈ ഒരു അറിവ് എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ കേൾക്കണം, അവരെ പഠിക്കണമെന്നുള്ള മനസ്സിന് വിശാലത ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലേക്കൊക്കെ എത്തിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.